എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെയും മനോഹരമായ ദിവസം അതിരാവിലെ എനിക്ക് നിങ്ങളുടെ അടുത്ത് കടന്നു വരുവാനും അല്പം എൻ്റെ പ്രിയ പ്രേക്ഷകരുമായി സംസാരിക്കുവാനും സർവശക്തനായ ദൈവം ഇടയാക്കിയതിന് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. കാലവർഷം അതിൻ്റെ അത്യുഗ്ര ശ്രേണിയിലേക്ക് കടക്കാൻ പോകുന്നു. നമ്മൾ പ്രവചനങ്ങളൊക്കെ കേട്ടു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അറിയിപ്പുകളൊക്കെ നമുക്ക് വന്നു. ജനങ്ങൾ ജാഗരൂകരായിരിക്കണം എന്ന് പറയുന്നു. അത് ജനങ്ങൾക്കൊരു ദോഷവും തട്ടാതെ വണ്ണം ദൈവം അവരെ കാക്കട്ടെ. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അപകടങ്ങളൊന്നും ഉണ്ടാകാതെ ജനങ്ങൾ സ്വൈര്യമായും സന്തോഷമായും ജീവിക്കുവാൻ അവർക്ക് വേണ്ടുന്നതായ ധൈര്യം, അവർക്ക് വേണ്ടുന്നതായ സാന്നിധ്യം, അവർക്ക് വേണ്ടുന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ദൈവത്തോട് നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. കാലാവസ്ഥ പ്രതികൂലമായി മാറിയിരിക്കൊണ്ട് കേരളക്കരയിലിരിക്കുന്നു. മഴ തീവ്രമായി വരുന്നു എന്ന് നാം കേൾക്കുന്നു. ജനങ്ങളെ ഭയവിഹ്വലരായി കഴിയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഈ സമയത്ത് ബഹുമാനപ്പെട്ട മന്ത്രിസഭ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ, ബഹുമാനപ്പെട്ട രാഷ്ട്രീയ മത നേതാക്കന്മാർ, ഇവരൊക്കെ ഈ പ്രദേശങ്ങളിൽ പോയി ഈ സമയത്ത് താമസിക്കുകയോ ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുകയാണ്. അനുകൂല കാലാവസ്ഥയിൽ മാത്രം നമ്മൾ ജനങ്ങളുടെ അടുത്തേക്ക് കടന്നു പോവുകയും പ്രതികൂല സാഹചര്യങ്ങളിൽ ജനങ്ങളുടെ അടുത്ത് പോകാതിരിക്കുകയും ചെയ്യുന്നത് തെറ്റല്ലേ എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മന്ത്രിമാർ, സെക്രട്ടറി തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ, ഏത് പ്രകാരം നമ്മൾ ജനങ്ങളെ സേവിക്കാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തെടുത്തുള്ള എല്ലാവരും, പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ, ഈ പ്രദേശങ്ങളിൽ പോയി ഈ സമയങ്ങളിൽ താമസിക്കുന്നതും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതും മന്ത്രിസഭ അവിടെ തന്നെ തൽക്കാലം 1, 2, 3 ദിവസം കൂടുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിൽ മാത്രമേ അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുള്ളൂ. നിങ്ങൾ മന്ത്രിമന്ദിരങ്ങളിൽ AC റൂമുകളിൽ ഇരുന്നു കൊണ്ട് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. ജനങ്ങളുടെ അടുത്ത്, ജനങ്ങൾ തിരഞ്ഞെടുത്ത അയച്ച നിങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങളും അറിയാൻ അവരുടെ ഇടയിലേക്ക് ഇപ്പോൾ തന്നെ പോയി അവരുമായിട്ട് ബന്ധപ്പെടുകയും അവരുമായിട്ട് അടുത്ത് ഇടപെടുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിന് പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് ഇടപെടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നമ്മളെ പ്രസംഗങ്ങളും കൈചുരുട്ടി പ്രസംഗിച്ചതുകൊണ്ടോ സമര കോലാഹലങ്ങൾ നടത്തിക്കൊണ്ടോ ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ളതായ ഹർത്താലുകൾ നടത്തിയതുകൊണ്ടോ യാതൊരു പ്രയോജനമില്ല എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി മുല്ലപ്പെരിയാറിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും കീഴ്പോട്ടുള്ള പ്രദേശങ്ങളിൽ, അതുപോലെ ഡാമുകളുടെയൊക്കെ താഴെ ഉള്ള പ്രദേശങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് നമുക്ക് ഒന്നിച്ച് കടന്നു ചെല്ലാം. അവർക്ക് വേണ്ടുന്ന സഹായഹസ്തങ്ങൾ നീട്ടിക്കൊടുക്കാം. ജനങ്ങളാണ് നമ്മുടെ ബലം എന്നുള്ളത് മനസ്സിലാക്കുക. ജനങ്ങളാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിമാർ, ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും ഈ സമയത്ത് പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഈ പ്രദേശത്തേക്ക് കടന്നു ചെന്നാൽ അവരോടൊത്ത് താമസിക്കാൻ ധൈര്യമുണ്ടോ? ഈ ഡാമുകളുടെ താഴെ പ്രദേശങ്ങളിൽ ജനങ്ങൾ ഭയവിഹ്വലരായി താമസിക്കുന്നവരുടെ അടുത്തേക്ക് നിങ്ങൾക്ക് കടന്നു ചെന്ന് അവിടെയും 1-2 ദിവസം താമസിക്കാൻ ഈ സമയത്ത് ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്, വെല്ലുവിളിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഭരണം എന്താണ്? നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്താണ്? നിങ്ങൾക്ക് ജനക്ഷേമത്തിന് വേണ്ടിയല്ല നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ പറയുന്ന ആരും കുറ്റം പറയുകയല്ല. നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നെങ്കിൽ ജനങ്ങൾ നമ്മളെയും ബഹുമാനിക്കും. നമുക്ക് അടുത്ത പ്രാവശ്യവും നമുക്ക് കൂട്ട് നിന്ന് നമ്മളെ വിജയിപ്പിക്കും. അതല്ല എങ്കിൽ നിങ്ങളെല്ലാം തൂത്തെറിയാനായിട്ട് പോകുന്നത്. ജലപ്രളയം വന്ന് ഏത് പ്രകാശം ഭൂമി ശുദ്ധീകരിക്കുന്നുവോ അതുപോലെ ഒരു വലിയ ജനമുന്നേറ്റം ഉണ്ടായി ഈ കേരളക്കര ശുദ്ധീകരിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട്
എന്നെ കേൾക്കുന്ന ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ, ബഹുമാനപ്പെട്ട മന്ത്രിമാരെ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കന്മാരെ, നിങ്ങളെല്ലാവരും മത നേതാക്കന്മാരെ, സാമൂഹ്യ പരിഷ്കർത്താക്കളെ, നിങ്ങളെല്ലാവരും ഈ പ്രദേശങ്ങളിൽ പോയി ഈ സമയങ്ങളിൽ ഒന്ന് താമസിക്കുന്നത് നല്ലതായിരിക്കും. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അവരോടൊത്ത് ചെലവഴിക്കുന്നത് നന്നായിരിക്കും. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ, യാതൊരു അപകടവും ഉണ്ടാകട്ടെ. ജനങ്ങളെ ദൈവമായ കർത്താവ് പരിപാലിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം, അതിനുവേണ്ടി പ്രയത്നിക്കാം. അവർക്ക് വേണ്ടുന്നതായ എല്ലാ സഹായ സഹകരണങ്ങളും എത്തിച്ചു കൊടുക്കാം. താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് ബേബി മലശ്ശേരി. താങ്ക് യു വെരി മച്ച്.